തിരുവനന്തപുരം മുൻ DCC അധ്യക്ഷൻ പാലോട് രവിയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണ വിവാദത്തിൽ KPCCയുടെ അന്വേഷണ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതിനിടെ പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച ജലീൽ രവിയെ വീട്ടിലെത്തി കണ്ടു. സംഭാഷണം പുറത്തു പോയതിൽ പാലോട് രവിയോട് മാപ്പ് പറഞ്ഞുവെന്ന് ജലീൽ. രവി സാറിനെ കണ്ടു, വളരെ സന്തോഷമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. തെറ്റിയ പറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു, അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലെ ഒരു കല്ല് ഇറങ്ങി എന്ന് തന്നെ ഇപ്പം പറയാം. സന്തോഷപൂർവ്വം മാപ്പ് തന്നു, എന്നെ ആലിംഗനം ചെയ്തു വിട്ടു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഹരികൃഷ്ണ, ജലീലിന്റെ നെഞ്ചിലെ കല്ല് അദ്ദേഹത്തിന് ഇറക്കി വെക്കാൻ കഴിഞ്ഞു, വലിയ സന്തോഷം, വലിയ ആശ്വാസം. പക്ഷേ തെറിച്ച DCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു കിട്ടില്ലല്ലോ പാലോട് രവിക്ക്. പുല്ലമ്പാറ ജലീലിന്റെ നെഞ്ചിലെ കല്ലിറങ്ങി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പാലോട് രവിയുടെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്നോട് അനുവാദം വാങ്ങാതെയാണ് എൻ്റെ വീട്ടിലേക്ക് പുല്ലമ്പാറ ജലീൽ എത്തിയത്. ആ സമയത്ത് അദ്ദേഹം മാപ്പെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് പാലോട് രവി അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിനർത്ഥം DCC പ്രസിഡന്റ് സ്ഥാനം പോയ പാലോട് രവിക്ക് ജലീലിനെതിരെയുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ ഫോൺ സംഭാഷണ വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ അന്വേഷണ കമ്മീഷൻ ഇവരുടെയൊക്കെ മൊഴി എടുക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ അന്വേഷണ കമ്മീഷന്റെ ചെയർമാൻ. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ DCC ഓഫീസിലേക്ക് എത്തും. ഉടൻ തന്നെ മൊഴി എടുക്കുകയും ചെയ്തു. കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് DCC ഓഫീസിലേക്ക് പുല്ലമ്പാറ ജലീൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം അകത്ത് കയറി രേഖാമൂലം മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുള്ളത് അറിയിക്കാൻ കഴിയൂ. കാരണം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രേഖാമൂലം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം DCC നിന്ന് മടങ്ങും. പിന്നെ പാലോട് രവിയുടെ മൊഴിയെടുക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും മൊഴി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേൾക്കും. ശരി, TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.